നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനോഹരമായ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ സ്നേഹതീരത്ത് പോകുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് വരെ സ്നേഹതീരത്ത് കാണാത്ത അതിമനോഹരമായ കാഴ്ചകൾ വിരുന്നൊരുക്കിയിരിക്കുകയാണ് സ്നേഹതീരത്തെ ഓഹോ ബീച്ച്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്നേഹതീരം ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മുന്നോട്ട് പോയാലാണ് ഓഹോ ബീച്ചിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പും ഈ സ്ഥലം നമ്മളെല്ലാവരും കണ്ടവരാകാം, പക്ഷെ അന്നൊന്നും കാര്യമായ രീതിയിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഇത്ര അധികം ആളുകൾ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ കവാടത്തിന്റെ അവിടെ എത്തിയിട്ടാ ഓഹോ ബീച്ച്. ആ ഒരു കവാടം കാണുമ്പോൾ തന്നെ ആ ഒരു ബീച്ചിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ചായ, സ്നാക്സ്, സീ ഫുഡ്. ഇതൊരു മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ, ഒരാളുടെ രൂപമാണ്. അതേപോലെ തന്നെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നത് ഒരു ആടിന്റെ മുഖമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട 2-3 സംഗതികളാട്ടോ. ഒന്ന്, ഇതാ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റും. അതേപോലെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു അറപ്പാത്തോടുണ്ട്, അവിടെ കുളിക്കേണ്ടവർക്ക് കുളിക്കാം. ഇനി കുളി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും അവിടെ ഉണ്ട് കേട്ടോ. ബാത്റൂമുകൾ, അതേപോലെ ഡ്രസ്സ് മാറാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ശരിക്കും ഈ സ്ഥലത്തിന്റെ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 6 മണിക്ക് ശേഷമാണ്. ഞാൻ ആ ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. 6 മണിയാവുമ്പോൾ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓണാവും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെ കളറൊക്കെ മാറും. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു സമയമാകുമ്പോൾ മേഘങ്ങളൊക്കെ ഒരു യെല്ലോ കളറിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ കളർ അറിയാലോ, ഒരു യെല്ലോ കളർ തന്നെയാണ് മണ്ണിൻ്റെതും. ഈ ലൈറ്റും കൂടി ആകുമ്പോൾ ഒരു യെല്ലോ സിറ്റിയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കാഴ്ച നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അയക്കുക. അതേപോലെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ബീച്ച് ഓപ്പൺ ആയിട്ട് ഏകദേശം 3-4 ദിവസമായിട്ടുണ്ടാവുള്ളൂ. ഈ ബീച്ചിന്റെ പൂർണ്ണ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് ഏകദേശം 3-4 ദിവസമായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് എത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിന്റെ പുറത്ത് നിന്നാണ് ഒരുപാട് ആളുകൾ എത്തുന്നത്. ഏറ്റവും കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വരും ദിവസങ്ങളിൽ ഈ ബീച്ചിലൊക്കെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ബീച്ച് ഓപ്പൺ ആയത് ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പല ആളുകളും സ്നേഹതീരത്തേക്ക് പോകുമ്പോൾ കാണുമ്പോൾ അവിടെ ഇറങ്ങുകയാണ്. പല ആളുകളും ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ശനിയും ഞായറൊക്കെ ഇവിടെ നല്ല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പോകുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഒരു 5 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് സൺസെറ്റ് കാണാം. ശനിയും ഞായറാണെങ്കിൽ അവിടെ ഗാനമേള നടക്കാറുണ്ട്. അവരുടെ പാട്ടുകളൊക്കെ ആസ്വദിക്കാം. എന്നിട്ടൊരു 8 മണി 9 മണി വരെ വളരെ വൈബായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു വരാം.
പിന്നെ കുട്ടികളുമായിട്ട് പോകുന്ന ആളുകൾ ഈ ബോർഡ് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. കടൽ ശോഭിച്ചിരിക്കുമ്പോൾ കടലിലേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്.